ഇവള് നമ്മുടെ കുഞ്ഞിന്റെ കൂടെ കളിച്ച എന്തായിട്ടാ കുഴപ്പം? ഇവള് തട്ടുവാണോ നിങ്ങക്ക് പ്രശ്നം? അല്ല, സ്വാമിയുടെ മാല കാണാനില്ലല്ലോ. ആന്റി, കുഞ്ഞൂസിന്റെ മാല എവിടെ പോയി? അത് ഇന്നലെ രാത്രി കുഞ്ഞൂസ് അറിയാണ്ട് പൊട്ടിച്ച മോളെ. അപ്പൊ അവന്റെ അച്ഛൻ അതും കൊണ്ട് അമ്പലത്തിൽ കോർക്കാൻ പോയിരിക്കുക. ഭയങ്കര കുരുത്തക്കേട് കൂടുണ്ട് ചെക്കനെ. സോറേടാ, അമ്മയ്ക്ക് മറന്നുപോയി. കുട്ടിസ്വാമിയല്ലിത്. പിന്നെ മോളെ, മറ്റന്നാൾ ഇവിടുന്ന് ഭിക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളും ഉപ്പയും ഉമ്മയൊക്കെ വരണേ. എന്തായാലും ചേച്ചി പറയാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ആന്റി, ഞങ്ങള് വരാം. ആ, പിന്നെ ഉമ്മാനോട് കുറച്ച് നേരത്തെ വരാൻ പറയണേ. നന്നായിട്ട് വടയൊക്കെ ഉണ്ടാക്കില്ലേ? ആന്റി ഉണ്ടാക്കിയൊന്നും ആ ടേസ്റ്റ് കിട്ടില്ല. ആ, പറയാ ആന്റി. അല്ല, ശബരിമലക്ക് പോകുമ്പോ കൊറേ നടക്കണ്ടേ? കുഞ്ഞു അത്രയും ദൂരം നടക്കുവോ? ആ മോളെ, പമ്പിൽ തന്നെ കൊറേ ദൂരം നടക്കാണ്ട്. പിന്നെ മോൻ കന്നിസ്വാമി ആയതുകൊണ്ടേ കരിമണ്ടി വഴിയായിരിക്കും പോവുക. അങ്ങനെയാണെങ്കിൽ കാട്ടിൽ കൂടെ എത്ര ദൂരം പോവാണ്ടെന്ന് അറിയോ? അല്ലോ, കാട്ടിലൂടെയൊക്കെ നടക്കാനുണ്ടല്ലേ? കുഞ്ഞൂസിന് പേടിയാവില്ലേ? കുഞ്ഞൂശക്ക് അല്ല, പേടിയില്ല. അയ്യപ്പം സ്വാമിയുണ്ട്. അയ്യപ്പ സ്വാമിയോ? കുട്ടിക്കുറുമ്പ എല്ലാം അറിയുന്നുണ്ടല്ലോ. പടച്ചോനെ, ഉമ്മ മുളക് വെയിലത്തിടാൻ പറഞ്ഞു. ഞാനതാണെ മറന്നു. എന്നാ പോട്ടെ ആന്റി, ഞാൻ വേ ഇട്ടിട്ട് വരാം. പോയിട്ടോ. പോട്ടെ ജീവാനെ, താത്ത വേഗം വരെ. സ്വാമിയേ, നല്ല ആളാ. മാല പൊട്ടിച്ചിട്ട് നമ്പൂതിരി വൈകുന്നേരം പൂജിച്ച് ഒന്നുകൂടി പൂജിച്ചിട്ട് കെട്ടിത്തരാന്ന് പറഞ്ഞു കേട്ടോ. ഇനി പൊട്ടിക്കരുത് കേട്ടോ മാല. ഭിക്ഷയ്ക്ക് അമ്പലത്തിൽ നിന്ന് കുറെ സാമ്പാരുണ്ടാവും. അപ്പൊ കണക്കാക്കിയിട്ട് ആരുണ്ടാക്കിയ ഭക്ഷണം ആരേൽപ്പിച്ചേ? ഇവിടെ കുട്ടികൃഷ്ണൻ അല്ലേ? ആ, മൂപ്പര് മാലിയിട്ടല്ലേ. കുറെ ആൾക്കാരെ വിളിക്കാനുണ്ട്. ചായക്ക് എന്താ? ഉപ്മാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചോ? സ്വാമി കഴിച്ചോ? ഓ, വരാം. അല്ലോ, കുഞ്ഞിന്റെ തല വീണാലോ? കുഞ്ഞുസെ, അമ്മ പറഞ്ഞതല്ലേ തെങ്ങിന് ചോട്ടിൽ ഇങ്ങനെ കളിക്കണ്ടെന്ന്. ഇതിപ്പോ വലുത് വീണതാണെങ്കിലോ? പഠിച്ചോലെ, വലുത് വീണാലോ? എന്താ ഒരു ദിവസം നീ പറയുന്നത്? കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നത്. എന്താണിത്? അള്ളോ പടച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് നമ്പൂതിരി പായസം കൊടുത്തപ്പോ അള്ളോ ഞാൻ കഴിക്കില്ലാന്ന്. അല്ല, ഇവനിപ്പോ ആരും കൂടെ കളിക്കുന്നത്? അതെന്തായിട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ നമ്മള് മലബാറുകാര്, പ്രത്യേകിച്ച് ഈ കോഴിക്കോടിലിരിക്കുന്നവരെ അള്ളാ പഠിച്ചോണെന്നൊക്കെ അല്ലേ പറയാ. അതിനിപ്പോ എന്താ? നീ എല്ലാ കോഴിക്കോട്ടെ കാര്യം പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നോട് ചോദിച്ചാ ഞാൻ കുഞ്ഞുസ് ഇപ്പൊ ആരോടെ കളിക്കുന്നത്? വെറുതെ അല്ല, നിനക്ക് കളിക്കാൻ വേറെ ആരും കിട്ടിയില്ലടാ. ഇനി മുതൽ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലേ അല്ലോ പടച്ചവനല്ല, ദൈവമേ ദൈവമേ വിളിക്കണം കേട്ടോ. ഇനി അവിടെ കൂടെ കുഞ്ഞെ കൊണ്ട് കളിപ്പിക്കരുതേ. ഏട്ടന് എന്തിന്റെ കേടാ? സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിച്ച് സ്വഭാവം മുഴുവൻ മാറിയിട്ടുണ്ട്. ഇനി താത്തന്റെ കൂടെ കളിച്ചാൽ അച്ഛൻ ചീത്ത പറയും. അങ്ങനെയൊന്നുമില്ല കുഞ്ഞുസേ, അച്ഛൻ വെറുതെ പറഞ്ഞതാ. മോൻ കളിച്ചോട്ടോ. ഇതെന്തായിട്ട് ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്? ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ഫോൺ ഞാൻ ഇന്നലെ കുത്തിയിടാൻ മറന്നടോ. അല്ല, നീ എന്തിനാ വിളിച്ചേ? കുഞ്ഞിക്ക് നല്ല പനിയായിട്ടാ. നേരത്തെ കുറെ വോമിറ്റും ചെയ്തു. ആ കൂടി ടെൻഷനായിട്ട് അതാ ഞാൻ നിങ്ങളെ കുറെ നേരം വിളിച്ചത്. രാവിലെ മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞിക്ക് പനി ഓക്കെ ചെയ്തോണ്ടല്ലേ ഞാൻ ജോലിക്ക് പോയത്. അന്ന് വീണ്ടും വന്ന് എനിക്ക് അറിയില്ല ഏട്ടാ, അവനോട് വിറച്ചോണ്ടിരിക്ക. നമുക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോയാലോ? ഇന്നലെ രാത്രി കൊണ്ടുപോയിട്ട് കുറെ മരുന്ന് കഴിത്താന്നല്ലേ. ഇതാ മരുന്ന് കഴിക്കും മാത്രം. ഇവാ കുഞ്ഞ്. കുഞ്ഞുസേ, എന്താടാ? എന്താ വിളിച്ചേ? നല്ല ചൂടാണുള്ളത്. നീ തുടച്ചു കൊടുത്തില്ല? തുടച്ചു കൊടുത്തതാ. മരുന്ന് കൊടുത്തപ്പോ കുഞ്ഞുമാ, കുഞ്ഞേ എന്താ ചെയ്യാ? എന്താ സച്ചു, എന്നെ പിന്നെ വേറെ ആരെയും വിളിച്ചു കൊടുത്തിട്ട് പനിയെടുക്കാതെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ വെക്കൂടായിരുന്നോ?
എന്നാ മിനിറ്റ് കയറി പറ്റില്ലേ? നീ ഇന്നലത്തെ കുഞ്ഞിന്റെ ആ മരുന്നിന്റെ ലിസ്റ്റ് എടുക്ക്. എന്നാലും മാർക്കുള്ളൂ. വേഗം പറഞ്ഞേ, ഞാൻ കാർ തിരിച്ചിടാം. ആന്റി, കുഞ്ഞിക്ക് എന്താ പറ്റി? എടാ തിരിച്ചിട്ടോ വരാ. ഒന്നുമില്ലടാ, കുഞ്ഞിക്ക് 2 ദിവസമായിട്ട് നല്ല പനി, മാറുന്നേ ഇല്ല. ആന്റി, ഞാനും വരട്ടെ എന്നാ ഹോസ്പിറ്റലിലേക്ക്? വേണ്ടടാ, സാരില്ല. ആന്റി പോയി വന്നിട്ട് പറയാട്ടോ. ശരി. ഇത് ഓൺലൈനില്ലേ? ഒന്ന് എടുക്കടാ. ഇത്ര നേരെ എന്താ ആരിനെ വിളിക്കുന്നത്? ഞാൻ നമ്മുടെ റാഷിദിനെ വിളിക്കടാ. മൂപ്പര് ഡോക്ടറല്ലേ. കുഞ്ഞിന്റെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ വാട്സപ്പിൽ നോക്കിയിട്ടില്ല. ഫോൺ വെച്ചിട്ട് എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? 2 തവണ കൊണ്ടുപോയിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ. വേറെ എവിടെയെങ്കിലും കൊണ്ടുകൊണ്ട് വരുമോ? എടാ ചെറിയ കുഞ്ഞല്ലേ ഇത്. ഇതിപ്പോ എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുമോ? ഓരോരുത്തരും ഓരോ മരുന്നായിരിക്കും തരിക. റാഷിദിക്ക് നോക്കിയാൽ മതിയായിരുന്നു. മൂപ്പര് നല്ല ഡോക്ടറാ. മെസ്സേജും കാണുന്നില്ലല്ലോ. ഈ ഒരു കാര്യം ചെയ്യാം. മൂപ്പര് വീട് അടുത്തല്ലേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം കേട്ടോ. നീ കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരിക്കണേ. സന്ധ്യ, കുഞ്ഞിക്ക് പനിയാണെന്ന് കേട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും കുറവൊന്നുമില്ലേക്കാ. ഇപ്പൊ മരുന്ന് കൊടുത്തിട്ട് ഉറങ്ങുക. ഇവള് ഇത്ര നേരമായി കരച്ചിലായിരുന്നു. ഇവക്കൊന്ന് ദുആ ചെയ്യണമെന്നുണ്ട്. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോള് ചെന്നോ. എന്നാ അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ വിട്ടിട്ട് വേഗം വരാം. അല്ലാ, ജുവാനെ, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. പഠിച്ചവനെ, കുഞ്ഞിൻ്റെ സുഖം മാറ്റി കൊടുക്കണേ. പഠിച്ചവനെ, കുഞ്ഞിക്ക് ആഫിയതും ദീർഘായുസും കൂട്ടി കൊടുക്കണേ. പഠിച്ചവനെ, എടോ റാഷിദ് ഡോക്ടറെ അവിടെ ഇല്ലത്ര. എവിടെ വെക്കേഷൻ എവിടെ പോയിരിക്കുക. എന്താണ് ചെയ്യുക? ഇപ്പൊ വേറെ ഹോസ്പിറ്റൽ അവിടെ ആരാ? സ്വാലിഹയാ. കുഞ്ഞിനെ വയ്യാണ്ട് അവൾ ഇത്രയും നേരം കരഞ്ഞിരിക്കുകയായിരുന്നു അത്രേ. പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ അന്ന് ചീത്ത പറഞ്ഞ ശേഷമേ ആ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല. അവൾക്ക് നമ്മുടെ കുഞ്ഞിനെ അത്രയും ജീവനായിട്ടാ. മോളെ, നിങ്ങള് അറിയാണ്ട് പറഞ്ഞ കേട്ടോ. അത് സാരമില്ല ഞങ്ങളെ. കുഞ്ഞിപ്പത്തിരി വെറുത്തിട്ടുണ്ട്. ഞാൻ പോട്ടെ ആൻറ്റി. കുഞ്ഞിത്തെ മോനെ മാറിവിടാ. ഏട്ടാ, ഏട്ടാ കുഞ്ഞിക്ക് വേർത്തിട്ടുണ്ട്.
നോക്ക് പനി കുറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞുസേ ഏടിപ്പിച്ചല്ലടാ. എന്ത് മിണ്ടത്ത്? ഇക്ക 2 ദിവസമായാലും മോളിൽ അങ്ങോട്ട് കണ്ടിട്ട്. അവളോട് ഇല്ലേ? മോള് പനിച്ചു കിടക്കുക കേട്ടോ. അയ്യോ, അവൾക്ക് കുഞ്ഞിന്റെ പനി സ്പ്രെഡ് ആയതായിരിക്കില്ലേ? അത് സാരല്ലേ മോളെ, ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് കാത്തിക്കാണ്, മോളെ കൊണ്ടുപോകെ. ഇപ്പൊ വരക്ക. ഏട്ടാ, എന്താടാ? നമ്മുടെ സ്വാലിക പനിച്ചെടുക്കണത്രേ. അയ്യോ, കുഞ്ഞിന്റെ സ്പ്രെഡ് ആയതായിരിക്കില്ലേ? ആ ഏട്ടാ, പാവം. അവരിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വണ്ടി നോക്കി നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യ്, വേഗം പോയിട്ട് വേറെ വണ്ടിയൊന്നും വേണ്ട പറ, ഞാൻ ലീവാക്കാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ വേഗം പോയി പറ. ആ ഏട്ടാ. ഹലോ, കുഞ്ഞിന്റെ തോയ് പൊട്ടിപ്പോയി. ദൈവമേ, കുഞ്ഞിന്റെ തോയ് പൊട്ടിപ്പോയി. കുഞ്ഞുസേ, ഈ ജീസസും അള്ളായും നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളും എല്ലാം ഒന്നാടാ. അത് അച്ഛന് മനസ്സിലാകാൻ കുറച്ച് വൈകിപ്പോയി. സോറി കേട്ടോ. കുഞ്ഞുസിന് എന്താണ് തോന്നുന്നത് അത് വിളിച്ചോ. പഠിച്ചോനെ, അച്ഛൻ മാറിപ്പോയല്ലോ.